പെട്ടെന്നൊരു സാമ്പാർ തയ്യാറാക്കണമെന്ന് തോന്നിയ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം ഉള്ളി സാമ്പാർ തയ്യാറാക്കുന്നതാണ്. അതിനുവേണ്ടി കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേമ്പ് സാമ്പാറിലുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, കുറച്ച് വെണ്ടയ്ക്ക, ഒരു 4 വെണ്ടയ്ക്ക, ഒരു ക്യാരറ്റ്, 3-4 പച്ചമുളക്, 1 കപ്പ് തോരൻ പരിപ്പ്. ഇനി നമുക്കിത് അരിഞ്ഞുകൊണ്ട് വരാം. ഉള്ളിയെല്ലാം ഇവിടെ 2ആയിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് കുക്കറിലോട്ട് ഇടാം. ഇതൊക്കെ വെള്ളം. ഇനി ഇതിൽ മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇത് അടച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ച്. ഇനി നമുക്കതിലേക്ക് കടുക് താളിക്കുന്നതിലേക്ക് പോകാം. അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണയെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും പല എണ്ണയുടെ ഉപയോഗം പല രീതിയാണ്. ചിലർ കുറച്ച് എണ്ണ ഉപയോഗിക്കും, ചിലർക്ക് എണ്ണയ്ക്ക് പ്രശ്നമില്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ ആവശ്യത്തിന് എണ്ണയെന്ന് പറയുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 2 സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ അത് ഇതിലേക്കിട്ട് മൂപ്പിക്കാം. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മസാല ചേർക്കാൻ, ഈ അരപ്പ് ചേർക്കാനായിട്ട്. നമ്മൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത് ഈ മസാലയിലേക്ക് കോരി ഒഴിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കായ ഇട്ടില്ലായിരുന്നു. ഇനി കായവും കൂടെ ഇടാൻ എൻ്റെ അറിവിൽ. ഇപ്പോഴാ കായ ഇപ്പോഴാണ് ഇടുന്നത്. അല്ലെങ്കിൽ ആദ്യമേ കായ ഇട്ടാൽ കായത്തിൻ്റെ മണം കിട്ടാൻ പാടാണ്. കായ ഇരുന്ന് അലിഞ്ഞോളൂ. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിനി നമുക്ക് തിരിച്ച് ഈ കുക്കറിലോട്ട് ഒഴിക്കാം. അതിനു മുമ്പ് കുക്കറെടുത്ത് വീണ്ടും അടുപ്പിൽ വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടി ഈ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ്. അതിന് ശേഷം ഓഫാക്കാം. അപ്പോഴിത്രയും ആയപ്പം ഞാൻ ആ ഉപ്പൊന്ന് നോക്കി. അപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ വിലയൊന്നും ഉള്ള സാധനമല്ല. പിന്നെ ഉപ്പ് ആർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തുമില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നുകൂടെ നോക്കി. ഇപ്പം കറക്റ്റായി. അങ്ങനെ ഒരു അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.